രാത്രിയിൽ നല്ല മഴയായിരുന്നു. രാവിലെ ഒരു തോർച്ചയുണ്ട്. കോഴികളെയെല്ലാം രാവിലെ കൂട്ടിൽ നിന്ന് തുറന്നു വിട്ടു. നല്ല വിശപ്പാണ്. അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. രാവിലെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തില്ലെങ്കിൽ വാതിൽക്കൽ മാറത്തില്ല. അതുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള വീതം തലേന്ന് തന്നെ എടുത്ത് മാറ്റി വെക്കും. എന്തെങ്കിലും ഒന്ന് തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെങ്ങും നിൽക്കത്തില്ല. പിന്നെ രാവിലെ തന്നെ അവർ സ്ഥലം കാലിയാക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറി ഒരു കടുംചായ ആദ്യം വെച്ചു. ഇഞ്ചി ചതച്ചിട്ട കടുംചായയാണ് നമ്മൾ ഉണ്ടാക്കിയത്. കടുംചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ നമ്മുടെ മീൻകാരൻ വന്നിട്ടുണ്ട്. എന്നാൽ എന്തോ മീനെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഇന്ന് മീൻകാരൻ്റെ ആറ്റുവാളയും ചെറിയ ചൂടയുമായിരുന്നു. ആറ്റുവാള നോക്കിയപ്പം വീട്ടിലുള്ള എല്ലാവരും കഴിക്കത്തില്ല. പിന്നെ എല്ലാവരും കഴിക്കുന്ന ചെറിയ ചൂട നമ്മൾ വാങ്ങി. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ചട്ടിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ മാറ്റി വെച്ചു. ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് മീൻ വെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനിൽ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് അത് മാറ്റി അടച്ചു വെച്ചു. പിന്നെ കുറച്ച് സവോള എടുത്ത് അരിഞ്ഞെടുത്തു. എന്നാൽ കുറച്ച് മുട്ട റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെളിച്ചെണ്ണയിൽ കടുകെല്ലാം പൊട്ടി വന്നപ്പം സവോള അതിലേക്ക് ഇട്ട് കൊടുത്തു. ഉപ്പും ചേർത്ത് ഒരുവിധം ഒന്ന് വഴന്നു വന്നപ്പം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴന്നു വന്നപ്പം അതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. തക്കാളി നന്നായിട്ട് വഴന്നു വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തു. പൊടിയുടെ പച്ചച്ചുവയെല്ലാം മാറുന്നവരെ വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ലേശം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വേകാനായിട്ട് വെച്ചു. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നു. എല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നപ്പം ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്തിരുന്നു. അത് പൊളിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇന്ന് നമുക്ക് മുട്ട റോസ്റ്റാണ്. കുറച്ച് പൊറോട്ട ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു. അത് അപ്പച്ചെമ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുത്തു. പൊറോട്ട നമ്മൾ പാനിലിട്ട് ചൂടാക്കുന്നതിനേക്കാൾ നല്ലത് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി എടുക്കുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ചൂടോടെ തന്നെ നമ്മളിത് കഴിക്കണം. വീണ്ടും തണുത്ത് പോയാൽ നല്ല കട്ടിയായിട്ട് പോവും. അങ്ങനെ മുട്ട പുഴുങ്ങിയത് അരപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. മുട്ടയിലെല്ലാം അരപ്പ് നന്നായിട്ടൊന്ന് പിടിക്കുന്നവരെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അത് അടച്ചു വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ പൊറോട്ട നല്ല ആവി കയറി നല്ല സ്പോഞ്ച് പോലായി വന്നിട്ടുണ്ട്. ചൂടോടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ചൂടോടെ തന്നെ 2 പൊറോട്ട നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്തു. നമ്മളൊരു മുട്ട റോസ്റ്റും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആവി കയറ്റിയെടുത്ത പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റാണ്. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് തന്നെയാണേലും നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ പൊറോട്ടയും മുട്ടയും കൂട്ടി നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ